പിതൃപൈതാമഹന്മാരായി ലഭ്യമായ ശൈവജാപം എന്ന് പറയുന്ന വില്ല് ഒന്ന് കാണാൻ വേണ്ടിയിട്ടാണ് വന്നത് എന്ന് ജനകനോട് പറയും. ജനകൻ ആ പള്ളിവില്ല് രാജകൊട്ടാരത്തിന്റെ അകത്തളത്തിലേക്ക് വാൽമീകി അതിന്റെ എണ്ണമൊന്നും കുറച്ചിട്ടില്ല. 5000 മല്ലന്മാർ ഒരു പേടകത്തിൽ വെച്ച ആ വില്ലും കൊണ്ട് തള്ളിക്കൊണ്ടു വന്നു എന്നാ പറയണത്. 5000 ചിലപ്പോ ഒരു അത്രയുണ്ട് ആ വില്ല്. ആ വില്ലിന്റെ ഒരു വലിപ്പം, ആ വില്ലിന്റെ ഒരു ബലം ഇത് കാണിക്കാനാണ് ഈ ഒരു സംഖ്യയൊക്കെ പറയുന്നത്. അതുകൊണ്ട് തന്നെ ആ വില്ല് എടുത്ത് കാണിച്ച് വെച്ചിട്ട് രാമനോട് ആ വില്ലിനെ കുറിച്ച് പറയുകയാണ്. ഇനി പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കണം. നമ്മൾ ഇതുവരെ കേട്ട കഥയിൽ നിന്ന് കുറച്ച് മാറ്റങ്ങളും നമുക്ക് ചില ഉപദേശങ്ങളും ജനകനിവിടെ തരുന്നുണ്ട്. ജനകൻ പറഞ്ഞു, രാമ, ഈ വില്ല് എന്തിനാണ് ഇങ്ങനെ വെച്ചത് എന്ന് ഞാൻ പറയാം, അങ്ങ് ശ്രദ്ധിച്ച് കേൾക്കണം. ഒരു നല്ല മരുമോനെ കിട്ടാൻ പോവുക. അപ്പൊ കാര്യങ്ങളൊക്കെ പറയണ്ടേ വ്യക്തമായിട്ട്. ആരെ പറ്റി? മോളെ പറ്റി കൃത്യ കാര്യം പറയണം. അല്ലാണ്ട് ഒളിച്ചു വെക്കുക എന്നുള്ള സ്ഥിതിയൊന്നും പണ്ടില്ല. ഉള്ളതുപോലെ സഭ്യമായ വാക്കുകളിൽ പറയുന്നു. അതുകൊണ്ട് എൻ്റെ മോളെ ഒന്ന് പരിചയപ്പെട്ടോളൂ എന്ന് പറഞ്ഞ് ജനകൻ പറഞ്ഞു, ഞാൻ കുറേ കാലങ്ങൾക്ക് മുൻപ് ഒരു യാഗം ചെയ്തു. യാഗം ചെയ്ത് ആ യാഗസ്ഥലി ഞാൻ ഉഴുതുമറിക്കുകയാണ്. ഉഴുതുമറിച്ചപ്പോൾ കരി തട്ടി മണ്ണിൽ നിന്ന് ഒരു പെൺപൈതലിന്റെ കരച്ചിൽ കേട്ടാണ് ഞാൻ നോക്കിയത്. അപ്പോൾ ഇതാ എനിക്ക് ഒരു പെൺപൈതലിനെ കിട്ടി. മക്കളില്ലാതിരുന്ന എനിക്ക് ഈശ്വരൻ തന്ന നിധിയായിരുന്നു അവൻ. കാരണം യജ്ഞത്തിൽ നിന്ന് അന്ന് കുട്ടികളുണ്ടാവും. അതാണ് അന്നത്തെ ഒരു രീതി. ആർക്ക്? പ്രകൃത്യാലുള്ള പ്രേരണ നിമിത്തം ലഭിക്കേണ്ട കുഞ്ഞുങ്ങൾ ലഭിക്കാതിരുന്നാൽ പിന്നീടുള്ള വഴി ഇന്ന് കൃത്രിമമായ വഴികൾ കണ്ടെത്തുന്നത് പോലെ അന്നും കൃത്രിമമായ വഴികളിൽ ഒന്നാണ് യജ്ഞം ചെയ്യുക. ഈ യജ്ഞത്തിലൂടെയാണ് ഈ കുഞ്ഞുങ്ങളെ ലഭിക്കുന്നത്. അങ്ങനെ എനിക്ക് ഉഴവുചാലിൽ നിന്ന് ലഭിച്ച ആ കുഞ്ഞിന് ഉഴവുചാൽ എന്ന അർത്ഥം വരുന്ന പേര് ഞാൻ ഇട്ടു. സീത എന്നാണ് ഞാൻ പേരിട്ടത്. രാമ, അവൾ 2 വിശേഷണമുണ്ട് സീതയ്ക്ക്. അവൾ അയോനിജയാണ്, അവനിജയാണ്. എന്താ വിശേഷം? അയോനിജ, അവനിജ. ആരാ അയോനിജ? ഒരു യോനിയിൽ കൂടെ ജനിച്ചതല്ല. അവനിജയാണ്. ഭൂമി തന്നതായിരിക്കും. അതൊക്കെ ഭൂമിയുടെ മകളാണ്. ലോക ചരിത്രത്തിൽ 2 പേരാണ് അയോനിജകളല്ലാത്തവരുള്ളൂ. ഒന്ന് അഗ്നി സംഭവയായ ദ്രൗപദിയും 2 ഭൂമി നൽകിയിട്ടുള്ള സീതയുമാണ്. 2 പേരും വലിയൊരു ചരിത്രമാണ്. ഒരാൾ ഭൂമിയുടെ മകൾ, മറ്റൊരാൾ അഗ്നിയുടെ മകൾ. ഒരാൾക്ക് ഒരു ഭർത്താവ്, മറ്റേയാൾക്ക് 5 ഭർത്താവ്. ഒരിക്കലേ സത്യഭാമ, ശ്രീകൃഷ്ണൻ ഒരു പ്രത്യേകതയുണ്ട്. എവിടെയെങ്കിലും പോകുമ്പോൾ ഭാര്യയിൽ ആരെങ്കിലും ഒരാളെ കൂടെ കൂട്ടും. ഈ പ്രത്യേകതയൊക്കെ ഒന്ന് ഭർത്താവിനോട് ചെന്നിട്ട് പറയണം കേട്ടോ. നിങ്ങൾക്ക് ശ്രീകൃഷ്ണന്റെ ഒരു പ്രത്യേകത അറിയോ? എന്താ അത്? കൃഷ്ണനെ എവിടെയെങ്കിലും പോകുമ്പോൾ ഭാര്യയെ കൂടെ കൂട്ടും എന്നൊന്ന് പറയണം ചെന്നിട്ട് കേട്ടോ. നല്ല മൂടിലാണെങ്കിലേ പറയാവൂ. ഇപ്രാവശ്യം പോയത് 6 വർഷം കഴിഞ്ഞു പാണ്ഡവര് വനവാസത്തിന് പോയിട്ട്. ഒന്നുപോയി അന്വേഷിക്കണ്ട. പോയ സമയത്ത് പിള്ളേരുകളെയൊക്കെ കൂട്ടി കൃഷ്ണനെ കൊണ്ടുപോയത്. അങ്ങനെ അവർക്ക് 6 പേർക്ക് പോകാൻ പറ്റിയേ. അല്ലെങ്കിൽ ഈ 5 പേരിൽ നിന്നും ദ്രൗപദിക്ക് 5 പിള്ളേരുണ്ട്. പിന്നെ ഓരോരുത്തർക്കും മറ്റു ഭാര്യമാരിൽ അഭിമന്യു അപ്പുറത്തുണ്ട് ഇപ്പുറത്തുണ്ട്. അപ്പൊ ഇതൊക്കെയുണ്ട്. ഇതിനെല്ലാവരെയും പരിചാരകരെയും ഒക്കെ കൂട്ടിയിട്ടൊക്കെ വനവാസം പറ്റുമോ? പറ്റത്തില്ല. അപ്പൊ കൃഷ്ണനാണ് വേഗം ചെന്ന് പിള്ളേരെയൊക്കെ കൊണ്ടുപോയി അമ്മാവൻ നോക്കിക്കോളാന്ന് പറഞ്ഞു. ആരോട്? രുക്മിണിയുടെ അല്ല, അർജുനൻ വിവാഹം കഴിച്ച് സുഭദ്രയുടെ മകനായിട്ടുള്ള അഭിമന്യുണ്ടല്ലോ. അമ്മാവനത് വലിയ സ്നേഹമുള്ള അമ്മാവൻ ആ കുഞ്ഞിനെ കൊണ്ടുപോയിട്ട് മാത്രമല്ല എല്ലാ കുഞ്ഞുങ്ങളെയും പഠിപ്പ് മുഴുവൻ കൃഷ്ണനാ ചെയ്തത്. നമ്മളോ
നമ്മുടെ ബന്ധുക്കൾക്ക്, അനിയത്തിക്ക്, ചേച്ചിക്ക്, ചേട്ടന്, അനിയന് ഒരു കഷ്ടകാലം വന്നാൽ ആ പിള്ളേരെ നോക്കേണ്ടത് നമ്മളല്ലേ? നമ്മളോ അങ്ങനെ തന്നെ വേണം, കുറെ കാലമായി ഞാനും വിചാരിച്ചതാ എന്ന് പറയല്ലാണ്ട് നോക്കുവോ? നമ്മൾ വേണമെങ്കിൽ നോക്കും, അത്രേ ഉണ്ടാവുള്ളൂ. ഇത് ഞാൻ പറഞ്ഞതല്ല കേട്ടോ. താര അംഗദനെ കുറിച്ച് പറയുന്ന വാക്കാണ്. ഇതൊന്നും ഞാൻ ഉണ്ടാക്കി പറയുന്നതല്ലേ. ഹനുമാൻ പറയും, എന്തായാലും ഭാര്യ മരിച്ചു, ഭവതി കരയരുത്. ഇനി അംഗദനെ നോക്കി അവനെ വളർത്തി വലുതാക്കി അവന്റെ വളർച്ചയിൽ സന്തോഷം കണ്ടെത്തുക എന്ന് പറഞ്ഞ സമയത്ത് താര ഹനുമാനോട് പറയണ, ഹനുമാൻ, അച്ഛൻ മരിച്ച കുഞ്ഞിനെ ചെറിയച്ഛൻ നോക്കുക എന്നതാണ് നിയമം. എന്തോ അച്ഛൻ മരിച്ച കുഞ്ഞിനെ അച്ഛന്റെ അനുജൻ, അതുകൊണ്ട് സുഗ്രീവന്റെ ധർമ്മമാണ് നോക്കുക എന്നുള്ളത്. പത്നിയായ എന്റെ ധർമ്മം ഭർത്താവിനോടൊപ്പം പോകുക എന്നതാണ്. അതുകൊണ്ട് ഒരു പെൺകുട്ടി ഭർത്താവ് മരണപ്പെട്ട് പണിയെടുത്ത് തന്റെ ആൺകുഞ്ഞിനെയും പെൺകുഞ്ഞിനെയും പോറ്റുന്ന സ്ഥിതി ഇല്ലായിരുന്നു നമ്മുടെ നാട്ടിൽ. അപ്പോൾ അനുജന്റെ ധർമ്മം അല്ലെങ്കിൽ ജ്യേഷ്ഠന്റെ ധർമ്മമാണ് ആ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുക എന്നത്. ഇതാ സനാതന ധർമ്മം. നല്ല കാര്യമില്ലേ? അല്ലാണ്ട് ആ പെൺകുട്ടി പാവം പിടിച്ചത് ഇനി ആ കുഞ്ഞുങ്ങളെ വളർത്തി ഉണ്ടാക്കി കൊണ്ടുവരിക എന്നുള്ളത് നാട്ടുനടപ്പായിരുന്നില്ല ഭാരതവർഷത്തില്. ഇത്ര നല്ല സങ്കല്പം. പുറം ലോകം കാണാത്ത ഈ പെൺകുട്ടി പിന്നെ ഈ പറക്കമറ്റാത്ത കുഞ്ഞുങ്ങളെ പോറ്റി വളർത്തുന്ന സ്ഥിതി ഒന്ന് ആലോചിച്ചു. അനിയനുണ്ട്, ചേട്ടനുണ്ട്, തിരിഞ്ഞു നോക്കില്ല. നല്ല മൂല്യങ്ങളാണ്. രാമായണം അത്ര മോശമൊന്നുമല്ല എന്ന് മനസ്സിലായില്ലേ? അപ്പോ ഈ സത്യഭാമയെ കൂട്ടി കൃഷ്ണൻ പോയി. കൃഷ്ണൻ ചെല്ലുമ്പോ മുനിമാരോടൊപ്പം വർത്തമാനം പറഞ്ഞ് കളിച്ച് ചിരിച്ചിരിക്കുകയാണ് പാണ്ഡവര്. വനവാസത്തിന്റെ 6 വർഷം. അപ്പൊ കൃഷ്ണനെ കണ്ടപ്പോ എല്ലാവരും കൂടി വർത്താനം, സത്യഭാമി കൂടി. ചെന്ന് കഴിഞ്ഞാൽ എല്ലാവരും കൂടി വർത്തമാനം പറയും അല്ലേ? അത് കഴിഞ്ഞാൽ പെണ്ണുങ്ങൾക്ക് മാത്രമായി ചില കാര്യം പറയാനുണ്ട്. ആ സ്ഥലം ഏതാ? അടുക്കള. അവർ പതുക്കെ അവിടെ നിന്ന് അടുക്കളയിലേക്ക് പോകും. ഇങ്ങനെയല്ലേ? അത് അന്നൊട്ടേ അങ്ങനെയാണ്, ഇന്നും ഇങ്ങനെ തന്നെയാണ്. ഇനി അടുക്കളയിൽ പോയി സ്ത്രീകൾക്ക് സ്ത്രീകളുടേതായ പ്രശ്നങ്ങളും സ്ത്രീകളുടേതായ പ്രശ്നപരിഹാരവും അവർ തന്നെ കണ്ടെത്തിക്കൊള്ളും. വിവേകാനന്ദ സ്വാമികളുടെ ഭാഷയിൽ പറഞ്ഞാൽ, ഹേ പുരുഷന്മാരെ, നിങ്ങൾ നിങ്ങളുടെ വൃത്തികെട്ട കൈകളുമായി അവരെ സഹായിക്കാൻ പോവാതിരുന്നാൽ മതി. അവർക്കറിയാം അവരുടെ കാര്യം ചെയ്യാൻ. സപ്താഹവേദി ആയതുകൊണ്ട് കൈയടിക്കാതിരുന്നല്ലേ? അവർക്ക് അവരുടെ കാര്യം ചെയ്യാൻ അറിയാം. കാരണം സ്ത്രീക്ക് അതിനുള്ള കഴിവുണ്ട്. അതൊന്ന് അംഗീകരിച്ചു കൊടുത്താൽ മതി. അംഗീകരിക്കാത്ത ഒരാളുടെ കൂടെ ഇപ്പൊ എന്തുകൊണ്ടായ അങ്ങനെയൊക്കെ പോകണു. അല്ലാണ്ട് ഇപ്പോ ഏതായാലും സത്യഭാമയും ദ്രൗപദിയും ചേർന്ന് അടുക്കളയിൽ ചെന്നിരുന്ന് വർത്തമാനം തുടങ്ങി. വർത്തമാനം ഇങ്ങനെയാണ്. സത്യഭാമയ്ക്ക് ഒരു സംശയം തീർക്കണം. സത്യഭാമ ചോദിച്ചു, അല്ല ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഈ ചോദിക്കുന്നയാള് ഉത്തരം പറയുന്ന ആളും തമ്മിൽ ഒരു താരതമ്യം വേണം. ചോദിക്കുന്നയാള് 8 ഭാര്യമാരിൽ ഒരുവൻ. ആരോടെ ചോദിക്കുന്നേ? 5 ഭർത്താക്കന്മാരുള്ള ഒരുവളോട്. മനസ്സിലാക്കണേ, എന്നാലും ചോദ്യം മനസ്സിലാവുള്ളൂ. 5 പുരുഷന്മാരെ ഇണക്കി ചേർത്ത് ഭരിക്കുന്നവളോട്, 5 പുരുഷന്മാരുടെ ഒരു പൊതു ഭാര്യയോട്, പൊതു ഭർത്താവിന്റെ 8 ഭാര്യമാരിൽ ഒരാളാ ചോദിക്കുന്നത്. അതിന്റെ ആഴം മനസ്സിലാക്കണം. എന്നിട്ട് ചോദിക്കുകയാണ്, അല്ല ഞാൻ കാര്യം ചോദിക്കട്ടെ? ചോദിക്കൂ. ഈ വില്ലാളി വീരന്മാരും ലോകം മുഴുവൻ വിറപ്പിക്കാൻ കഴിവുള്ളവരും പ്രചണ്ഡ ക്ഷാത്രവീര്യത്തിന്റെ പ്രതീകങ്ങളുമായ ഈ 5 പേരെ എങ്ങനെയാ കൈകാര്യം ചെയ്യണം? 1. 2, നിങ്ങൾ തമ്മിൽ ഈ 5 പേരുമായി ഇതുവരെ വഴക്കുകൂടിയതായി ഞാൻ കേട്ടിട്ടില്ല. അപ്പൊ എങ്ങനെയാണ് ഇവരുമായി വഴക്കുകൂടാതെ പോകുന്നത്? 2, അവരെല്ലാം ദേവിക്ക് കീഴൊതുങ്ങി ജീവിക്കുകയാണല്ലോ. ആ സൂത്രം എന്താണ്? 3, 4, ചോദ്യം അങ്ങോട്ടല്ല, തന്റെ കാര്യമാണ്. ഞങ്ങളിൽ
കൃഷ്ണൻ എന്നെ കൂടുതലൊന്ന് പരിഗണിക്കാൻ ഞാൻ എന്താ ചെയ്യേണ്ടത്? നമ്മുടെ പ്രശ്നമാണ്. നമ്മുടെ അതേ വേവലാതി, നമ്മുടെ ഈ ചോദ്യത്തിന്റെ രീതി ഇതല്ല എന്ന് മാത്രം. എന്നെ കൂടുതൽ പരിഗണിക്കാൻ ഞാൻ എന്ത് ചെയ്യണം? എന്നിട്ട് പറഞ്ഞു, മന്ത്രമോ തന്ത്രമോ ജപിച്ചു കെട്ടലോ വ്രതസാധനകളോ വിഷപ്രയോഗമോ കൂടോത്രമോ, ഇതിൽ എന്ത് ചെയ്താലാണ് കൃഷ്ണൻ എന്നെ കൂടുതൽ പരിഗണിക്കുക? നല്ല ചോദ്യമല്ലേ? ഉത്തരം കേൾക്കാൻ താല്പര്യമുണ്ടാവും അല്ലേ? അപ്പൊ ഉത്തരം ഇതാണ്. ഉടനെ ദ്രൗപദി പറഞ്ഞു, കെട്ട പെണ്ണുങ്ങളുടെ സ്വഭാവം കൊണ്ട് ഇമാതിരി ചോദ്യം കൊണ്ട് എന്റെ അടുത്ത് വന്നാൽ ഹേ സത്യഭാമയെ അടിച്ച് ഞാൻ കരണം പൊട്ടിക്കുമെന്ന്. അന്തരല്ലേ ഞാൻ പറഞ്ഞല്ലേ, മഹാഭാരതത്തിലുള്ളതാ. ഈ കെട്ട പെണ്ണുങ്ങളുടെ ഈ സ്വഭാവം നല്ലതല്ല. അതുകൊണ്ട് മേലിൽ ഇത്തരം വർത്തമാനം പറയരുത്. കാരണം തന്റെ ഭാര്യ വെച്ചുപൂജയുടെയും കൂടോത്രത്തിന്റെയും അങ്ങനെയുള്ള സ്വഭാവമുള്ളവളാണെന്ന് ഭർത്താവ് മനസ്സിലാക്കിയാൽ അവളെ വിഷം പോലെ വർജിക്കും. ഭാര്യയ്ക്ക് ഈ പ്രയോഗങ്ങളുണ്ടല്ലോ, പലതരത്തിലുള്ള പ്രയോഗം, ഇതിന്റെ ആളാന്ന് തോന്നിയാണ്ടല്ലോ ഭർത്താവ് വിഷം പോലെ അവളെ വർജിക്കും. അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്യൂ, ഇതുപോലെ കൂടോത്രവും മറ്റ് സമ്മാനങ്ങൾ കൊണ്ടൊന്നും പുരുഷനെ തൻ്റെതാക്കി മാറ്റാൻ പറ്റില്ല. അത് പറ്റണമെങ്കിൽ ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ പറഞ്ഞു തരാം. 32 കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണം. എങ്ങനെയാണ് ഒരു സ്ത്രീ വിവാഹം കഴിഞ്ഞൊരു വീട്ടിൽ ചെന്നാൽ ചെയ്യേണ്ടത്, ഭർത്താവിനോടുള്ള സമീപനം, അവരോടുള്ള സംഭാഷണം, അവർ വീട്ടിലുള്ളപ്പോൾ എന്ത് ചെയ്യണം, അവർ വീട്ടിലില്ലാത്തപ്പോൾ എന്ത് ചെയ്യണം. മാത്രമല്ല അവസാനിപ്പിച്ചൊരു കാര്യം കൂടി പറഞ്ഞു സത്യഭാമയെ, കൃഷ്ണന് രുക്മിണിയിൽ ഒരു മകനുണ്ട്. അതാരാ? മാത്രമല്ല സാമ്പനുണ്ട്. ഇവരൊക്കെ യൗവനമെത്തിയവരാ. ശ്രദ്ധിക്കണേ, നീ വലിയ പ്രായ വ്യത്യാസമില്ല അവരുമായിട്ട്. ഈ സത്യഭാമയുടെ അച്ഛനറിയോ? സത്രാജിത്ത്. ആ സ്യമന്തകരത്നം ഓർമ്മയില്ലേ? സത്രാജിത്തിന്റെ സുതയോട് പറയാണ്, അതുകൊണ്ട് കൃഷ്ണൻ ഇല്ലാത്ത സമയത്ത് നീ ഒരിക്കലും ഏകാന്തതയിൽ അവരോടൊപ്പം ഇരിക്കരുത്. ഇതൊരു മനഃശാസ്ത്രം എന്നറിയോ? അത് നീ ശ്രദ്ധിക്കണം. പിന്നെ കുറെ കാര്യം സത്യത്തിൽ അത് വായിച്ചാൽ ഈ രോമാഞ്ചം ഉണ്ടാവാന്ന് പറയുന്നത്. അപ്പോഴാ നമ്മൾ ദ്രൗപദി അമ്മയെ സാഷ്ടാംഗം പ്രണമിക്കുക. എന്തൊരു കഴിവ്, എന്തൊരു മേന്മയാണ്! ഇങ്ങനെ ഒരു അമ്മ ലോക ചരിത്രത്തിലുണ്ടാവില്ല. അതുകൊണ്ട് നമ്മുടെ സാമൂഹ്യ ജീവിതത്തിൽ നമ്മുടെ പ്രേരണ, കൗടുംബിക ജീവിതത്തിൽ നമ്മുടെ പ്രേരണ, നമ്മുടെ സാമാജിക വ്യക്തിത്വം കരുപിടിപ്പിക്കുന്നത് ദ്രൗപദിയാണ്, പാഞ്ചാലിയാണ്, യജ്ഞസേനിയാണ്, യാജ്ഞസംഭവയാണ്, യജ്ഞസംഭവയാണ്, അഗ്നിസംഭവയാണ്. ആ പെൺകുട്ടിയാണ്. ഒന്ന് ദ്രൗപദിയെ ശരിക്കും ഒന്ന് പഠിക്കണേ. നമ്മൾ തൊഴും ഒരു ഫോട്ടോ എപ്പോഴും കൊണ്ടു നടക്കും, അത്ര പേമാണ്. ശരി, ആ യജ്ഞമാണ് മക്കളുണ്ട്. അതുകൊണ്ട് സീത അവനിജയാണ്, അയോനിജയാണ്. അങ്ങനെയുള്ള എൻ്റെ മോള്, എൻ്റെ ആ ഭൂപുത്രിയെ ഞാൻ എൻ്റെ ഹൃദയം പോലെ, കണ്ണിലെ കൃഷ്ണമണി പോലെ ഞാൻ എൻ്റെ മോളെ വളർത്തി. പെൺമക്കൾ വളർന്നു വരില്ലേ രാമ? അങ്ങനെ വളർന്ന് എൻ്റെ മകൾ കുമാരിയായി കൗമാരത്തിലേക്ക് കാലെടുത്തു വെച്ചു. അവൾക്ക് അങ്കലാവണ്യങ്ങൾ ഉണ്ടായി. അവൾ സുകുമാരാംഗിയായി. അവൾ മറ്റുള്ളവരെ മോഹിപ്പിക്കാൻ പറ്റിയ മോഹനാംഗിയായി. അംഗം അവയവമാണ്, മോഹിപ്പിക്കുന്ന അവയവങ്ങളോട് കൂടിയവളായി. ഒരച്ഛൻ മകളെ പറ്റി പറയാ. അങ്ങനെ എൻ്റെ മകൾ വളർന്നു തുടങ്ങിയപ്പോൾ രാമ, വാൽമീകി രാമായണം കണ്ണു തുറന്നു വായിക്കണം. രാമ, എൻ്റെ മകളുടെ സൗന്ദര്യം കണ്ട് അയൽ രാജ്യത്തുള്ള രാജാക്കന്മാർ എൻ്റെ മകളെ വിവാഹം ചെയ്തു തരണമെന്ന് പറഞ്ഞ് എൻ്റെ നാട്ടിൽ വന്നു. ഒരാളല്ല, രണ്ടാളല്ല,
പലരും എൻ്റെ മകളുടെ രൂപ യൗവന സമ്പന്നയായ മനോഹരമായ ഗാത്രമുള്ള ആ മകളെ ഈ അല്പന്മാർക്ക് വിവാഹം കഴിച്ചു കൊടുക്കാൻ ഞാൻ തീരുമാനിച്ചില്ല. എൻ്റെ മകൾ വീര്യശുൽക്കയാണ്, അവനിജയാണ്, ഭൂമിദേവിയുടെ മകളാണവൾ. അതുകൊണ്ട് ഏറ്റവും ഒരാൾക്ക് അങ്ങനെയുള്ള ഒരു ദുർബലന് കൊടുക്കാൻ ഞാൻ തീരുമാനിച്ചിട്ടില്ല. അതുകൊണ്ട് വന്നു ചേർന്ന എല്ലാവരുടെയും മുന്നിൽ എന്റെ പിതൃ പൈതാമഹന്മാരായി തന്ന ഈ ശൈവജാപമുണ്ടല്ലോ, ആ ത്രയംബകം സുനാഭം, അതെടുത്തു വെച്ച് ആ വീരന്മാരോട് ഞാൻ പറഞ്ഞു, ഈ ആരാണോ ഈ വില്ലെടുത്തുയർത്തി ഞാനേൽക്കുന്നത് അവന് ഞാൻ എൻ്റെ മകളെ വിവാഹം ചെയ്തു തരാം. അപ്പൊ എന്തുകൊണ്ടാണെന്ന് മനസ്സിലായില്ലേ? ഒരച്ഛൻ മകളെ കഴുകൻ കണ്ണുകളിൽ നിന്ന് രക്ഷിക്കാൻ കണ്ടെത്തിയ വഴിയായിരുന്നു അത്. വാൽമീകി രാമായണം വായിക്കണം. എന്നിട്ട് പറഞ്ഞു, ഞാൻ അങ്ങനെ വെച്ചപ്പോൾ വീരന്മാരെന്ന് വീമ്പ് കാണിച്ച പലരും വന്ന് ആ വില്ലെടുത്തുയർത്താൻ നോക്കിയപ്പോൾ അവർക്ക് ആ വില്ല് ഒന്നനക്കാൻ പോലും സാധിച്ചില്ല. അപ്പോൾ മഹാവീരന്മാരെന്ന് അഭിമാനിച്ചു വന്നവരെല്ലാം അല്പവീരന്മാരെന്നറിഞ്ഞ് ലഭ്യരായി മാറിപ്പോയി. അവർക്ക് എൻ്റെ മോളെ ഞാൻ കൊടുത്തില്ല, അവൾ വീരശുൽക്കയാണത്. പക്ഷേ രാമ, അപ്പുറത്തൊരു കാര്യം സംഭവിച്ചു. അത് ഇന്ന് നമ്മുടെ നാട്ടിൽ സംഭവിക്കുന്നുണ്ട്. നിരാശ കാമുക അസോസിയേഷൻ. എന്താത്? കിട്ടാത്തൊരു വിഷമം ഉണ്ടാവില്ലേ? അങ്ങനെ കിട്ടാത്ത ഇവരെല്ലാം മിഥിലയുടെ അതിർത്തിയിൽ സമ്മേളിച്ചു. മനസ്സിലാക്കണേ, സീതയെ കിട്ടാതായതോടുകൂടി മിഥിലയെ ആക്രമിക്കാൻ ഒരു പദ്ധതി ഇട്ടു. വാൽമീകി രാമായണമാണ് പറയുന്നത് കേട്ടോ. ഒരു മകൾ, പെൺകുട്ടി വളർന്നു വരുമ്പോൾ ഒരച്ഛൻ അനുഭവിക്കുന്ന വിഷമങ്ങളെ കുറിച്ചാണ് ജനകൻ പറയുന്നത്. എന്റെ മകളെ ഈ കഴുകൻ കണ്ണുകളുമായി ആക്രമിക്കാൻ വന്നപ്പോൾ രാമ, ഞാൻ എന്റെ സൈന്യത്തെ തയ്യാറാക്കി ഇവരുമായി ഞാൻ പ്രതിരോധിച്ചു. പക്ഷെ രാമ, ഇവരെല്ലാവരും ചേർന്ന്, ഈ അയൽ രാജ്യത്തിലെ രാജാക്കന്മാരെല്ലാവരും ചേർന്ന് എന്റെ നാടിനെതിരെ ഉപരോധം ഏർപ്പെടുത്തി. ഉപരോധം നമ്മൾ കേട്ടിട്ടില്ലേ? ഓരോ രാജ്യങ്ങൾ തമ്മിൽ യുദ്ധമുണ്ടാകുമ്പോൾ യുക്രൈനും റഷ്യയും തമ്മിൽ ആക്രമണം, അപ്പോൾ റഷ്യക്കെതിരെ ഉപരോധം. ലോക ചരിത്രത്തിൽ ആദ്യത്തെ ഉപരോധമാണ് മിഥിലയ്ക്കെതിരെ. എന്തിന്? ഒരു പെൺകുട്ടിയുടെ മാനത്തെ സംരക്ഷിക്കാൻ ഒരു അച്ഛൻ തന്റെ മകളെ നെഞ്ചോട് ചേർത്ത് പിടിച്ചപ്പോൾ സംഭവിച്ചു പോയതാണ് ഉപരോധത്തിന്റെ കാരണം. നോക്കൂ, പെൺകുട്ടികളുടെ മാനം രക്ഷിക്കാൻ ഒരച്ഛൻ തുനിഞ്ഞിറങ്ങിയതാണ്. രാമ, ഒരു കൊല്ലക്കാലം എന്റെ നാടിനെതിരെ ഇവർ ഉപരോധം ഏർപ്പെടുത്തി. ധനധാന്യങ്ങളില്ലാതെ എന്റെ നാട്ടിലെ ജനങ്ങൾ പൊറുതിമുട്ടുന്നത് കണ്ടപ്പോൾ രാമ, ഞാൻ ദേവന്മാരെ തപസ് ചെയ്ത് ചതുരംഗപ്പടയുണ്ടാക്കി എന്റെ മകളുടെ ചാരിത്രം രക്ഷിക്കാൻ, എന്റെ പ്രജകളെ രക്ഷിക്കാൻ ആ പടയോട് ചേർന്ന ആ വീരന്മാരെ ഞാൻ കൊന്നൊടുക്കി. പലരും ജീവൻ രക്ഷിക്കാൻ വേണ്ടി ഓടി രക്ഷപ്പെട്ടു. രാമ, ആലോചിച്ചു. പെൺകുട്ടികൾ വളർന്നു വരുമ്പോൾ ആ പെൺകുട്ടികളെ സംരക്ഷിക്കേണ്ടതാണ്. ആരുടെ കടമയാണ്? അമ്മയുടെ കടമയല്ല, അത് അച്ഛന്റെ ധർമ്മമാണ്. എന്തുകൊണ്ടാണ് പെൺകുട്ടികളെ അച്ഛൻ സംരക്ഷിക്കേണ്ടത്? അച്ഛന് സമൂഹത്തിന്റെ കാപ്പട്യം അറിയും. പാവം അമ്മയ്ക്ക് സമൂഹത്തിന്റെ കാപ്പട്യം അറിയും. അച്ഛന് പുരുഷന്റെ മനോഗതി അറിയാം. അച്ഛന് ഒരാൺകുട്ടിയുടെ മനോവിചാരം അളന്നെടുക്കാൻ പറ്റും. ആൺകുട്ടികൾ എങ്ങനെയൊക്കെ ചിന്തിക്കുന്നുവെന്ന് ഒരച്ഛനെ വായിച്ചെടുക്കാൻ പറ്റും. മാത്രമല്ല, അച്ഛന് സമൂഹവുമായി ബന്ധമുണ്ട്. അച്ഛന് സമൂഹവുമായി ബന്ധമുള്ളത് കൊണ്ട് ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും കണ്ണിന്റെ കൃഷ്ണമണി ചലിച്ചാൽ അച്ഛന് മനസ്സിലാകും. ഒരു പിതൃഭാവമുള്ള ഒരച്ഛന് ഇത് വായിച്ചെടുക്കാൻ പറ്റും. ഒരച്ഛൻ 13 വയസ്സ് 12 വയസ്സ് അത്രയുള്ള പെൺകുട്ടികൾ ഒരു വീട്ടിലുണ്ടെങ്കിൽ ഇനി അച്ഛന്റെ ധർമ്മമാണ് അവരെ പരിപാലിക്കുക, അമ്മയുടെ ധർമ്മമല്ല. തന്റെ മകൾ കോളേജിൽ പോകുമ്പോൾ ആ മകളോടൊപ്പം ഈ അച്ഛനും അതേ ബസ്സിൽ അതേ മകളോടൊപ്പം ഒരു സീറ്റിൽ ഇരുന്ന് എന്തെങ്കിലും യാത്ര ചെയ്തിട്ടുണ്ടോ? ആ ബസ്സിൽ അച്ഛൻ മകളോടൊപ്പം അതേ സീറ്റിലിരുന്ന് അടുത്തിരുന്ന്
ചെയ്യുമ്പോൾ എൻ്റെ മകൾക്ക് ചോദിക്കാനും പറയാനും ഒരു പുരുഷന്റെ തുണയുണ്ട് എന്ന് സഹയാത്രികരോടും ബസ്സിലെ ജീവനക്കാരോടും ഒരച്ഛൻ പറയാതെ പറയും. എൻ്റെ മകൾ ഒരു വസ്ത്രം വാങ്ങാൻ പോകുമ്പോൾ അമ്മ വേണം, പക്ഷെ അച്ഛനും ഇടയ്ക്കൊക്കെ ഒന്ന് കൂടെ പോകണം. എന്തിനാ? ഈ പെൺകുട്ടിക്ക് ചോദിക്കാനും പറയാനും കരുത്തുള്ള ഒരു പുരുഷന്റെ തുണയുണ്ട്. എൻ്റെ മകൾ ക്ഷേത്രത്തിൽ പോകുമ്പോൾ, എൻ്റെ മകൾ ഒരു ഐസ്ക്രീം പാർലറിൽ പോകുമ്പോൾ, എൻ്റെ മകൾ നമ്മുടെ മൊബൈൽ റീചാർജ് ചെയ്യാൻ ഒരു ഷോപ്പിൽ പോകുമ്പോൾ, സിം റീചാർജ് ചെയ്യാൻ ഒരു ഷോപ്പിൽ പോകുമ്പോൾ അച്ഛൻ ഇടയ്ക്കൊക്കെ പോണ്ടേ? എൻ്റെ മകൾക്ക് ചോദിക്കാനും പറയാനും ഇരുമ്പുലക്ക പോലെയുള്ള കൈത്തണ്ടയുള്ള ഒരു പുരുഷന്റെ തുണയുണ്ട് എന്ന് സമൂഹത്തെ ബോധ്യപ്പെടുത്തട്ടെ. അതും പാവം പിടിച്ച അമ്മയുടെ തലയല്ല. അമ്മയ്ക്കോ സുരക്ഷിതത്വമില്ല. ഇന്നത്തെ ലോകം നോക്കും. പെൺകുട്ടികളുടെ മാനം പൊതുവഴിയിൽ ചോദ്യം ചെയ്യുമ്പോൾ ഇത് ചോദിക്കാൻ പറ്റിയ ഒരു അച്ഛൻ, അച്ഛന്റെ ധർമ്മമാണ്. എന്തുമേതും അമ്മയുടെ ധർമ്മമല്ല. ഒരു അച്ഛൻ വേണം. അച്ഛൻ, ആ നല്ല അച്ഛനാണ് ജനകൻ. അതുകൊണ്ട് സീത എന്ന് പറയുന്ന അത്രയും നമ്മൾ വിളിക്കുന്ന പേരെന്താ? ജനകപുത്രി ജാനകി. എന്താ സീത എപ്പോഴും ജാനകി എന്ന് വിളിക്കുന്നേ? ഇനി സീത 4 അവസരങ്ങളിൽ സീത പറയുന്ന ഒരു വാക്കുണ്ട്. അത്രി മഹർഷിയുടെ ഭാര്യയായ അനസൂയാദേവിയുടെ സമീപത്ത് ചെല്ലുമ്പോ ഭർതൃ ശുശ്രൂഷയെ കുറിച്ച് അനസൂയാദേവി പറയുമ്പോ സീത പറയുന്നുണ്ട്, എൻ്റെ അച്ഛൻ എനിക്കിതൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്. ആര്? വിവാഹം കഴിഞ്ഞു പോകുന്ന മകൾക്ക് ഭർതൃ വീട്ടിൽ ചെന്നാൽ എന്ത് ചെയ്യണമെന്ന ധർമ്മം പറഞ്ഞു കൊടുത്തത് അമ്മയല്ല, അച്ഛനാണ്. വിവാഹം കഴിഞ്ഞ ഒരു വീട്ടിൽ വന്ന ഒരു പെൺകുട്ടിയെ കുറിച്ചുള്ള അഭിപ്രായം നിങ്ങൾ ആരോട് ചോദിക്കും? അമ്മായിയമ്മോടാണോ? ചോദിക്കരുത്. ആരോട് ചോദിക്കണം? അവിടുത്തെ അച്ഛനോട് ചോദിക്കണം. അച്ഛൻ പറയും, ഇവള് പറയണത്രയൊന്നുമില്ല, പിന്നെ ഇപ്പോഴത്തെ തലമുറയല്ലേ, അങ്ങനെ ചില 1-2 കാര്യമുള്ളൂ, ബാക്കി നല്ല കുട്ടിയാണ്. നിങ്ങൾ വേണമെങ്കിൽ ഒന്ന് പരീക്ഷിച്ചോ. കാരണം അച്ഛന്മാർക്ക് കുറച്ചുകൂടി ഒരു വിശാലതയുണ്ട് കാര്യങ്ങൾ. അതിൻ്റെ അർത്ഥം അമ്മമാര് മോശമാണോ? മൊത്തം അച്ഛനെ കുറിച്ച് പറഞ്ഞതുകൊണ്ട് പറഞ്ഞു പോണതാ കേട്ടോ. ഇപ്പുറത്ത് നല്ലത് പറഞ്ഞോളാം. പക്ഷെ അച്ഛന്റെ ധർമ്മമാണ്. അച്ഛനാണ് എപ്പോഴും നമ്മുടെ ഒരു വീടിന്റെ ഒരു പോയിന്റ് ആയിട്ട്. നമ്മുടെ വീടുകളൊക്കെ ഫാദർ സെന്റേർഡ് ഫാമിലിയാണ്. എന്ത് ഫാമിലി? അച്ഛൻ എന്ന ഒരു ഗ്രഹം, ആ ഗ്രഹത്തെ ചുറ്റി ഉപഗ്രഹങ്ങൾ, അമ്മ, മക്കള്, എല്ലാവരും അച്ഛൻ എന്നൊരു ഗ്രഹത്തെ ചുറ്റിയിട്ടാണ്. ഫാദർ സെന്റേർഡ് ഫാമിലിയാണ്. ആ ഫാദർ സെന്റേർഡ് ഫാമിലി നമ്മുടെ വൈദിക കാലം തൊട്ട് ഇങ്ങോട്ട് നോക്കൂ. അച്ഛനാണ് കേന്ദ്രബിന്ദു. അച്ഛനാണ് നമ്മുടെ ഇൻഫോർമർ. അച്ഛനാരാ? അച്ഛൻ പറയണ നാളെ ഹർത്താലാണ് എന്ന് അച്ഛനല്ലേ പണ്ട് പറയാറ്? അല്ലാണ്ട് റേഡിയോ ഇല്ല, TV ഇല്ല, ഇതുപോലത്തെ ഒന്നുമില്ല. അപ്പോൾ ആര് പറയും? നമുക്കുള്ള ഇൻഫോർമേഷൻ ആരാ തരിക? അച്ഛൻ. അച്ഛൻ വൈകുന്നേരം കടയിലൊക്കെ പോയി വന്നിട്ട് പറയും ആ ഹർത്താലാണ്. അച്ഛനാണ് എന്നെ പ്രകൃതിയെ പഠിപ്പിച്ചത്. അച്ഛനാണ് എനിക്ക് വേണ്ട എല്ലാ ഇൻഫോർമേഷനും തരിക. ആ അച്ഛന്റെ സ്ഥാനം ഇന്ന് പോയി, ഇന്നില്ല. ഇന്ന് നമ്മുടെ വീടുകളൊക്കെ ചൈൽഡ് സെന്റേർഡ് ഫാമിലിയാണ്. എങ്ങനത്തെ ഫാമിലി? ഇന്നൊരു വീട്ടില് കാര്യം തീരുമാനിക്കുന്നത് ആരാ? 3, 4, 5, 6, 7, 8, 10, 12 വയസ്സുള്ള കുട്ടികളാണ്. വീട്ടില് TV-യിൽ ഇന്ന ചാനൽ വെച്ചാൽ മതി. ആരാ തീരുമാനിക്കുന്നത്? റിമോട്ട് ആരായില്ല. 60-70 വയസ്സുള്ള മുത്തച്ഛനും മുത്തശ്ശിയും 3.5 വയസ്സുള്ളതിനോട് യുദ്ധം. ഞാൻ തെറ്റിയ ആരാ തീരുമാനിക്കുന്നത്? ഞാൻ എൻ്റെ ഒരു കൂട്ടുകാരനെ കാണാൻ വേണ്ടി അവരുടെ വീട്ടിൽ 7:30 മണിക്ക് രാവിലെ ചെന്നപ്പോൾ അവരുണ്ട് നൂഡിൽസ് കഴിക്കുക. അപ്പൊ ഞാൻ ചോദിച്ചു, നീ നൂഡിൽസ് തുടങ്ങിയോ? അതിപ്പോ പിള്ളേർക്ക് ഇതൊക്കെ മതി, നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട്. ഞാനൊരു 10ാം ക്ലാസ്സുകാരിയോട് ചോദിച്ചു, മോളെ രാവിലെ എന്താ കഴിച്ചേ? കഞ്ഞി നിനക്ക് ഇഷ്ടമാണോ? അവള് പറഞ്ഞു എനിക്കിഷ്ടമല്ല. പിന്നെ അച്ഛനതാ ഇഷ്ടം, അമ്മ ആട്ട ഉണ്ടാക്കും. എങ്ങനെ
അച്ഛൻ എന്താണോ ഇഷ്ടം അതാണ് നമ്മുടെ വീട്ടിലെ ഭക്ഷണം. നമ്മുടെ വീടുകൾ ഫാദർ സെന്റേഡ് ഫാമിലിയാണ്. അപ്പൊ ഞാൻ രാത്രി ചപ്പാത്തിയോ സാർ, നിങ്ങൾക്ക് ചപ്പാത്തി ഇഷ്ടമാണോ? എനിക്കിഷ്ടമല്ല. പിന്നെ അച്ഛൻ അതാ ഇഷ്ടം, അമ്മ അത്തേ ഉണ്ടാക്കും സാർ. നമ്മുടെ വീടുകൾ ഫാദർ സെന്റേഡ് ഫാമിലിയിൽ നിന്ന് ചൈൽഡ് സെന്റേഡ് ഫാമിലിയിലേക്ക് കൂപ്പൂട്ടി. ഇന്ന് ഒരു ഡ്രസ്സ് എടുക്കാൻ തീരുമാനിക്കുന്ന ആരാ? ഇന്ന് എല്ലാം തീരുമാനിക്കുന്ന ആരാ? കുട്ടികൾ. മറ്റുള്ളവന്റെ ചിന്തയ്ക്കനുസരിച്ച് സ്വബുദ്ധിയെ ഉപയോഗിക്കുന്ന ഈ കുഞ്ഞുങ്ങൾ, മറ്റുള്ളവരുടെ മനോഗതിക്കനുസരിച്ച് ആടുന്ന ഈ കുഞ്ഞുങ്ങൾ, അവർ പറയുന്നതിന്റെ പിന്നാലെ നമ്മൾ പോയി അവസാനം നമ്മളോട് പറയുന്നവരോട് നമ്മൾ പറയും എന്താ ചെയ്യാ, ഇപ്പോഴത്തെ പിള്ളേര് ഇങ്ങനെയായിരിക്കും. നമ്മളല്ലേ തീരുമാനിക്കണ്ടേ? അവരെ അംഗീകരിച്ചും കൂടെ ചേർത്തും അവരെ കൂടെ നിർത്തിക്കൊണ്ട് നമുക്കൊരു മാറ്റം വരുത്താൻ പറ്റണം. ആ മാറ്റം നമ്മളെ പഠിപ്പിച്ച അച്ഛനാണ് ജനകൻ. അതുകൊണ്ട് ജനകൻ പറഞ്ഞു, രാമ, ആ പള്ളിവില്ലാണ്, അതുകൊണ്ട് എടുത്ത് ഉയർത്താനൊക്കെ നോക്കുന്നുണ്ടെങ്കിൽ കഥ കൂടി ഓർക്കണം. എൻ്റെ മകളെ ഞാൻ വീരശുൽക്കയായി പ്രഖ്യാപിച്ചു, ഈ വീര്യം കാണിക്കുന്നവൻ എൻ്റെ മകളെ കൊടുക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ ശ്രീരാമചന്ദ്രൻ ആ വില്ലിന്റെ സമീപത്ത് വന്ന് എല്ലാവരും കാണലെ വിശ്വാമിത്രനോട് ചോദിക്കുകയാണ്, വിശ്വാമിത്ര മാമുനെ, ഞാൻ ആ ധനുസ് ഒന്ന് തൊട്ടോട്ടെ? വിശ്വാമിത്രൻ പറഞ്ഞു, വേണ്ട തൊട്ടോളൂ എന്ന് പറഞ്ഞു. ഞാൻ ആ വില്ലൊന്ന് എടുക്കുവാനും കുലയ്ക്കുവാനും ഒന്ന് ശ്രമിച്ചു നോക്കട്ടെ? വിശ്വാമിത്രൻ പറഞ്ഞു, ചെയ്തോളൂ, തീർച്ചയായും അങ്ങനെ ചെയ്യൂ. അങ്ങനെ മഹാപ്രഭു ശ്രീരാമചന്ദ്രൻ ഒരു കുട്ടിക്കളി പോലെ ആ വില്ലിന്റെ മധ്യത്തിൽ തന്നെ ഇടത്തെ തൃക്കൈ ചേർത്ത് പിടിച്ച് അനേകമായിരം ആളുകൾ നോക്കി നിൽക്കെ ധർമാത്മാവായ രാമൻ ആ വില്ലെടുത്ത് ഉയർത്തി അതിനെ കുലയേൽക്കാൻ വേണ്ടി വലിച്ചുകൊണ്ടിരിക്കെ ഇടിനാദം പോലെ ആ വില്ല് രണ്ടായി താഴേക്ക് ഒടിഞ്ഞ് താഴെ വീണപ്പോൾ അതിന്റെ സീൽക്കാരം കൊണ്ട് ഭൂമിയൊന്ന് കുലങ്ങി, ആ കെട്ടിടങ്ങളൊക്കെ ഒന്ന് പ്രകമ്പനം കൊണ്ടു. നിന്നിരിക്കുന്ന ആളുകളുടെ കർണപുടങ്ങളിലേക്ക് 1000 വിസ്ഫോടനം പോലെ, മേഘസ്ഫോടനം പോലെ ചെവികളെല്ലാം വലിയ തരത്തിലുള്ള ശബ്ദമുണ്ടാക്കി. പലരും മോഹാലസ്യപ്പെട്ട് താഴെ വീണു, ചിലർക്ക് ബോധം നഷ്ടപ്പെട്ടു. അങ്ങനെ ഇരുന്നപ്പോഴാണ് ദശരഥ തനയന്റെ വീരപരാക്രമം കണ്ടപ്പോൾ ജനകന്റെ കണ്ണ് നിറഞ്ഞ് ജനകൻ കരയാൻ ആരംഭിച്ചു. തന്റെ മകളുടെ ജീവിതത്തിൽ സുന്ദരമായ മുഹൂർത്തം, ഇത്രയും കാലം പ്രതീക്ഷിച്ചിരുന്ന ആ മുഹൂർത്തം വന്നു ചേർന്ന സങ്കടത്തോടുകൂടി, ആ സന്തോഷ കണ്ണുനീരോടുകൂടി, ആനന്ദ കണ്ണുനീർ എതിരെ വരിക, ഇതിലെ കടക്കണ്ണുകൂടി ഒഴുകുന്നതാണ് ആനന്ദ കണ്ണുനീർ. ദുഃഖം കൊണ്ടൊഴുകുന്നത് മൂക്കിനോട് ചേർന്ന്. ഈ ദുഃഖം കൊണ്ടുള്ള കണ്ണുനീരിന് ഉപ്പ് രസം, കടക്കണ്ണുകൂടി ഒഴുകുന്ന ആനന്ദ കണ്ണീരിന് മധുരം. മധുരം കിട്ടിയിട്ടോ? എപ്പോഴും ഉപ്പ ഉണ്ടാവും. അതുകൊണ്ട് ഗാന്ധീനന്ദനോട് പറഞ്ഞു, ഭഗവാനെ ദശരഥപുത്രന്റെ വിക്രമം ഞാനിതാ കണ്ടിരിക്കുന്നു, അത്ഭുതം, അചിന്യം, അപ്രതീക്ഷിതം. അതുകൊണ്ട് ദശരഥപുത്രനായ രാമൻ എന്റെ മകളെ വിവാഹം കഴിക്കട്ടെ, ആ ജനകവംശത്തിന് കീർത്തിയുണ്ടാകട്ടെ. വീരശുൽക്കയായ എന്റെ മകൾ ഇതാ എന്റെ പ്രതിജ്ഞയെ നിറവേറ്റിയിരിക്കുന്നു. പ്രാണനേക്കാൾ സ്നേഹിക്കുന്ന ഞാൻ എന്റെ സീതയെ ഈ രാമന് നൽകട്ടെയോ എന്ന് വിശ്വാമിത്രനോട് ചോദിച്ചപ്പോ രോമാഞ്ചത്തോടുകൂടി ഒരച്ഛന്റെ ചോദ്യം കേട്ട് വിശ്വാമിത്രൻ പറഞ്ഞു, എല്ലാം ശരി തന്നെ, നമുക്ക് ഈ പരിണയത്തിന്റെ വാർത്ത വേഗത്തിൽ അറിയിക്കാം. ഇവിടെ ചോദ്യം ഇതാണ്, രാമനോട് ആരെങ്കിലും വില്ലൊടിക്കാൻ പറഞ്ഞോ? ഇല്ല. ആ ഞാന് ഒന്ന് താഴെ കെട്ടാനല്ലേ പറഞ്ഞേ? അല്ലേ? എന്തിനാ ഒടിച്ചേ? ഞാൻ കുറെ ആലോചിച്ചു. അനുസരണാശീലം ഉള്ളയാളാണ് രാമൻ. ആ ഞാനേൽക്കാനല്ലേ പറഞ്ഞേ? ഈ ഇതിൽ പിടിച്ച് വലിച്ചത് ഒടിക്കാൻ പറഞ്ഞോ? എന്തിനായിരിക്കും ഈ അനുസരണക്കേട് കാണിച്ചത് രാമൻ?
ആലോചിച്ചിട്ട് ഒറ്റ ഉത്തരവുള്ളൂ, സീത വേറെ ആർക്കും പോണ്ടാന്ന് വിചാരിച്ചിട്ട. അല്ലേ? മാത്രമല്ല, ആ വില്ല് ഒടിച്ചാൽ